ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളായ ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നല്ലോണം ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗിലെയാദുകാരനായ ജെഫ്ത ആരായിരുന്നു? ഉത്തരം, ശക്തനായ സേനാനി. 2, ആരുടെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല എന്നാണ് ജെഫ്തായോട് ഗിലെയാദിൻ്റെ പുത്രന്മാർ പറഞ്ഞത്? ഉത്തരം, ഞങ്ങളുടെ പിതാവിൻ്റെ. 3, ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏതായിരുന്നു? ഉത്തരം, തോബ്. 4, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത്. 5, എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം എന്ന് ജെഫ്ത ചോദിച്ചത് ആരോടാണ്? ഉത്തരം, അമ്മോന്യ രാജാവിനോട്. 6, ന്യായാധിപൻ 11:17 ഇസ്രായേൽ അപേക്ഷിച്ചത് ഏത് രാജാവിനോടാണ്? ഉത്തരം, ഏദോം രാജാവിനോട്. 7, ന്യായാധിപന്മാർ 11:18 പറയുന്ന മോവാബിൻ്റെ അതിർത്തി ഏതാണ്? ഉത്തരം, അർണോൺ. 8, ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഉത്തരം, സീഹോൻ. 9, ജെഫ്ത എത്ര പട്ടണങ്ങളിലാണ് അമോര്യരെ വകവരുത്തിയത്? ഉത്തരം, 20 പട്ടണങ്ങളിൽ. 10, ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് വർഷം തോറും ആരാണ് കരയാൻ പോയിരുന്നത്? ഉത്തരം, ഇസ്രായേൽ പുത്രിമാർ. 11, എഫ്രായിംകാർ യുദ്ധത്തിന് ഒരുങ്ങി പോയത് എവിടേക്കാണ്? ഉത്തരം, സഫോണിലേക്ക്. 12, ജെഫ്ത എഫ്രായിംകാരുമായി യുദ്ധം ചെയ്തത് ആരെ ഒന്നിച്ചു കൂട്ടിയാണ്? ഉത്തരം, ഗിലെയാദുകാരെ. 13, ഗിലെയാദുകാർ എഫ്രായിംകാരോട് എതിർത്ത് ഏത് കടവുകളാണ് പിടിച്ചെടുത്തത്? ഉത്തരം, ജോർദാൻ്റെ കടവുകൾ. 14, ഗിലെയാദുകാർ നീ ഒരു എഫ്രായിംകാരനാണോ എന്ന് ചോദിക്കുന്നത് അവർ എന്തു ചോദിക്കുമ്പോഴാണ്? ഉത്തരം, അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ. 15, എഫ്രായിംകാരനല്ല എന്ന് പറഞ്ഞാൽ ഗിലെയാദുകാർ അവരോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതാണ്? ഉത്തരം, ഷിബ്ബോലത്ത്. 16, ജെഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? ഉത്തരം, 6 വർഷം. 17, ഇബ്സാൻ മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം, ബത്ലഹേമിൽ. 18, ഏലോൻ ഏത് വംശജനായിരുന്നു? ഉത്തരം, സെബുലൂൺ. 19, അബ്ദോൻ ആരുടെ മകനാണ്? ഉത്തരം, ഹില്ലേലിൻ്റെ. 20, അബ്ദോനെ സംസ്കരിക്കപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം, പിറഥോനിൽ. 21, ന്യായാധിപന്മാർ 13:1 പ്രകാരം ഇസ്രായേൽ ജനം തിന്മ ചെയ്തപ്പോൾ ദൈവം അവരെ ആരുടെ കൈകളിലാണ്
ഏൽപ്പിച്ചത്? ഉത്തരം ഫിലിസ്തീനയുടെ കൈകളിൽ. 22. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ദൂതൻ പറഞ്ഞത് ആരോടാണ്? ഉത്തരം മനോവയുടെ ഭാര്യയോട്. 23. ജനനം മുതൽ സാംസൺ ദൈവത്തിന് ആരായിരിക്കുമെന്നാണ് 13:5 പറയുന്നത്? ഉത്തരം നാസീർ വ്രതക്കാരൻ. 24. ന്യായാധിപന്മാർ 13:15 പ്രകാരം എന്ത് ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് ദൂതനോട് മനോവ പറഞ്ഞത്? ഉത്തരം ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ. 25. മനോവ ആട്ടിൻകുട്ടിയെ എന്ത് ബലിയോടുകൂടെയാണ് അർപ്പിച്ചത്? ഉത്തരം ധാന്യ ബലിയോടുകൂടെ. 26. ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ മനോവ ഭാര്യയോട് പറഞ്ഞത് എന്ത്? ഉത്തരം ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. 27. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വച്ചാണ്? ഉത്തരം സോറയ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വച്ച്. 28. സാംസൺ എവിടെ വച്ചാണ് ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടിയത്? ഉത്തരം തിമ്നായിൽ വച്ച്. 29. ഫിലിസ്ത്യർ ആരെന്നാണ് സാംസന്റെ മാതാപിതാക്കൾ പറഞ്ഞത്? ഉത്തരം അപരിച്ഛേദിതർ. 30. ന്യായാധിപന്മാർ 14:9 അനുസരിച്ച് സാംസൺ എവിടെയാണ് തേൻകൂട് കണ്ടത്? ഉത്തരം സിംഹത്തിൻ്റെ ശരീരത്തിൽ. 31. കടങ്കഥയുടെ ഉത്തരം പറയാൻ സാംസൺ എത്ര ദിവസമാണ് നൽകിയത്? ഉത്തരം 7 ദിവസം. 32. സാംസൺ ചോദിച്ച കടങ്കഥ എന്തായിരുന്നു? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 33. കടങ്കഥയുടെ പൊരുൾ അറിയുന്നതിനു വേണ്ടി സാംസണോട് അവൻ്റെ ഭാര്യ കേണപേക്ഷിച്ചത് എത്ര ദിവസം? ഉത്തരം വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ. 34. സാംസൺ ചോദിച്ച കടങ്കഥയുടെ ഉത്തരം എന്തായിരുന്നു? ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? 35. അഷ്കലോൺ പട്ടണത്തിലെ എത്ര പേരെയാണ് സാംസൺ വധിച്ചത്? ഉത്തരം 30 പേരെ. 36. 14:19 അനുസരിച്ച് എപ്രകാരമാണ് സാംസൺ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത്? ഉത്തരം കോപാക്രാന്തനായി. 37. സാംസൺ തൻ്റെ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഏത് കാലത്താണ്? ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. 38. തൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സാംസണെ തടഞ്ഞത് ആരാണ്? ഉത്തരം ഭാര്യയുടെ പിതാവ്. 39. എന്തോർത്താണ് പിതാവ് സാംസന്റെ ഭാര്യയെ കൂട്ടുകാരന് ഭാര്യയായി നൽകിയത്? ഉത്തരം സാംസൺ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ചിട്ട്. 40. സാംസൺ പന്തം കൊളുത്തിയ കുറുനരികളെ വിട്ടത് എവിടേക്കാണ്? ഉത്തരം ഫിലിസ്ത്യരുടെ ധാന്യ വിളയിലേക്ക്. 41. ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്തിട്ട് സാംസൺ പോയി താമസിച്ച സ്ഥലം ഏത്? ഉത്തരം ഏത്താം പാറക്കെട്ട്.
42 യൂദായിലെ എത്ര പേരാണ് സാംസനെ ചെന്ന് കണ്ടത്? ഉത്തരം 3000 പേർ. 43 ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ സാംസനെ കാണാനെത്തിയത് എവിടെ എത്തിയപ്പോഴാണ്? ഉത്തരം ലേഹിയിലെത്തിയപ്പോൾ. 44 എന്തുകൊണ്ടാണ് സാംസൺ 1000 പേരെ വധിച്ചത്? ഉത്തരം ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്. 45 സാംസൺ 1000 പേരെ വധിച്ച സ്ഥലത്തിന് ലഭിച്ച പേര് എന്ത്? ഉത്തരം റാമാത്ത് ലേഹി. 46 ദൈവം സാംസണ് ഉള്ളു പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് ജലം നൽകിയ സ്ഥലത്തിന് ലഭിച്ച പേര് എന്ത്? ഉത്തരം എൻ ഹക്കോർ. 47 എൻ ഹക്കോർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. 48 റാമാത്ത് ലേഹി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം താടിയെല്ലിൻ്റെ മല. 49 സാംസൺ ഗാസായിൽ വച്ച് കണ്ടുമുട്ടിയത് ആരെയാണ്? ഉത്തരം ഒരു സ്വൈരിണിയെ. 50 സാംസൺ പട്ടണവാതിൽ നീക്കിയത് എപ്രകാരമാണ്? ഉത്തരം കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത്. 51 സോറേക്ക് താഴ്വരയിലെ സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്ത്? ഉത്തരം ദലീല. 52 ദലീലയ്ക്ക് ഫിലിസ്ത്യർ വാഗ്ദാനം ചെയ്തത് എന്ത്? ഉത്തരം 1100 വെള്ളി നാണയം. 53 ദലീല ആദ്യമായി സാംസനെ ബന്ധിച്ചത് എന്തുകൊണ്ട്? ഉത്തരം ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. 54 സാംസന്റെ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു? ഉത്തരം ജനനം മുതൽ നാസീർ വ്രതം. മുടി വെട്ടിയാൽ ശക്തി ക്ഷയിക്കും. 55 സാംസന്റെ ശക്തി നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? ഉത്തരം കർത്താവ് അവനെ വിട്ടുപോയതുകൊണ്ട്. 56 സാംസന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത ശേഷം അവനെക്കൊണ്ട് ചെയ്യിച്ച ജോലി എന്ത്? ഉത്തരം മാവ് പൊടിക്കൽ. 57 ശക്തി ക്ഷയിച്ച സാംസനെ അവരെ എന്തുപയോഗിച്ചാണ് ബന്ധിച്ചത്? ഉത്തരം ഓട്ടുചങ്ങല. 58 തങ്ങൾക്ക് സാംസനെ ഏൽപ്പിച്ചു തന്നത് ആരാണെന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? ഉത്തരം ദാഗോൻ ദേവൻ. ഫിലിസ്ത്യരുടെ ദേവനാണ് ദാഗോൻ ദേവൻ. 59 ദാഗോന്റെ ദേവാലയത്തിൽ എത്ര പേരാണ് സാംസന്റെ അഭ്യാസം കണ്ടത്? ഉത്തരം 3000 സ്ത്രീ പുരുഷന്മാർ. 60 സാംസന്റെ അവസാന പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം കർത്താവേ എന്നെ ഓർക്കണമേ, ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. 61 സാംസന്റെ അവസാന പ്രവൃത്തി എന്തായിരുന്നു? ഉത്തരം ദേവാലയത്തിന്റെ തൂണുകൾ തള്ളിമറിച്ച് എല്ലാവരെയും കൊല്ലുക. 62 17-ാം അധ്യായം ആരംഭിക്കുന്നത് ഏത് മലനാട്ടിലുണ്ടായിരുന്ന ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ. 63 മിക്കായുടെ അമ്മ ശാപം ഉച്ചരിച്ചത് എത്ര വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ്?
ഉത്തരം 1100. 64. അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി. ആര്? ഉത്തരം മിക്ക. 65. തൻ്റെ പുത്രനെ ആരായിട്ടാണ് മിക്ക അവരോധിച്ചത്? ഉത്തരം പുരോഹിതനായിട്ട്. 66. അന്ന് ഇസ്രായേലിൽ ഡാഷ് ഇല്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു പോന്നു. പൂരിപ്പിക്കാനുള്ളതാണ്. ഉത്തരം രാജവാഴ്ച. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു പോന്നു. 67. ലേവ്യനായ യുവാവ് മിക്കായുടെ ഭവനത്തിലെത്തിയത് എന്ത് അന്വേഷിച്ചിട്ടാണ്? ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച്. 68. വർഷം തോറും എന്തെല്ലാം നൽകാമെന്നാണ് മിക്ക ലേവ്യനായ യുവാവിനോട് പറഞ്ഞത്? ഉത്തരം 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. 69. ന്യായാധിപന്മാർ 18:1 പ്രകാരം ഇസ്രായേലിൽ അധിവസിക്കുവാൻ ഭൂമി അവകാശമായി ഇല്ലാതിരുന്ന ഗോത്രം ഏതാണ്? ഉത്തരം ദാൻ ഗോത്രം. 70. ദാൻ ഗോത്രക്കാർ മിക്കായുടെ ഭവനത്തിൽ വെച്ച് കണ്ടുമുട്ടിയത് ആരെയാണ്? ഉത്തരം ഒരു യുവ ലേവ്യനെ. 71. പുരോഹിതൻ പറഞ്ഞു, ഡാഷ് പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ന്യായാധിപന്മാർ 18:6 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സമാധാനമായി. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. 72. ലായിഷിലെ ജനങ്ങൾ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നത് ആരെ പോലെയാണ്? ഉത്തരം സീദോന്യരെ പോലെ. 73. യൂദായിലെ കിരിയാത്ത് യെയാറിം എന്തുകൊണ്ടാണ് മഹനേദാൻ എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ദാൻ ഗോത്രക്കാർ പാളയമടിച്ചതുകൊണ്ട്. 74. അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയറിയത് ആര്? ഉത്തരം മിക്ക. 75. ലായിഷ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് താഴ്വരയിലാണ്? ഉത്തരം ബത്ലേഹോബ്. 76. മോശയുടെ പുത്രനായ ഗെർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നത് എന്നുവരെയാണ്? ഉത്തരം പ്രവാസകാലം വരെ. 77. ദൈവത്തിൻ്റെ ആലയം ഡാഷ് ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. 18:31 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഷീലോയിൽ. 78. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? ഉത്തരം യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ. 79. അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. ന്യായാധിപന്മാർ 19:5 അനുസരിച്ച് ഇത് ആര് ആരോട് പറഞ്ഞതാണ്? ഉത്തരം യുവതിയുടെ പിതാവ് ലേവ്യനോട് പറഞ്ഞത്. 80. അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നപ്പോൾ എന്തുകൊണ്ടാണ് തുറസായ സ്ഥലത്ത് ഇരുന്നത്? ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്യാത്തതിനാൽ.
81. വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. 82. പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടപ്പോൾ വൃദ്ധൻ എന്താണ് ചോദിച്ചത്? ഉത്തരം നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? 83. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട ഡാഷും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. 19 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അപ്പവും വീഞ്ഞും. 84. സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം വീട്ടുടമസ്ഥൻ. 85. ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു. ഡാഷ് വരെ അവൾ അവിടെ കിടന്നു. 19-26 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വെളിച്ചം പരക്കുന്നതുവരെ. 86. ഇസ്രായേൽ ഡാഷ് വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. 19-30 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഈജിപ്തിൽ നിന്ന്. 87. ന്യായാധിപന്മാർ 20:1 അനുസരിച്ച് ദാൻ മുതൽ എവിടെ വരെയുള്ള ഇസ്രായേൽ ജനമാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം ബേർഷെബ വരെയുള്ള. 88. 20:2 പ്രകാരം ആരെല്ലാമാണ് ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായത്? ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും. 89. ഖഡ്ഗധാരികളുടെ കാലാൾപ്പട എത്ര പേരടങ്ങിയതായിരുന്നു? ഉത്തരം 4 ലക്ഷം പേർ. 90. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന് കേട്ട ഗോത്രം ഏതാണ്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രം. 91. ഗിബെയയോട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇസ്രായേൽ ജനം പറഞ്ഞത്? ഉത്തരം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. 92. തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവയ്ക്കാതിരുന്ന ഗോത്രം ഏതാണ്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രം. 93. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞപ്പോൾ ആദ്യം ആര് പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം യൂദ പോകട്ടെ എന്ന്. 94. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഡാഷ് 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 അർപ്പിക്കുകയും ചെയ്തു. 20-26 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. 95. ന്യായാധിപന്മാർ 20-33 പ്രകാരം ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് അണിനിരന്നത്? ഉത്തരം ബാൽതാമാറിൽ. 96. ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത് എവിടെ വച്ചാണ്? ഉത്തരം മിസ്പായിൽ വച്ച്. 97. ന്യായാധിപന്മാർ 21:6 പ്രകാരം ബെഞ്ചമിനോട് ഇസ്രായേൽക്കാർക്ക് എന്താണ് തോന്നിയത്? ഉത്തരം അനുകമ്പ. 98. 21:8 പ്രകാരം സമ്മേളനത്തിന് വരാതിരുന്ന ഗോത്രം ഏതാണ്? ഉത്തരം യാബേഷ് ഗിലയാദ്.
99. ബെഞ്ചമിനെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടി. 100. വർഷം തോറും കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത് എവിടെയാണ്? ഉത്തരം: ഷീലോയിൽ. ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.